നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കൈകസി മാതാവും മണ്ടോദരിയും തമ്മിലുള്ള ബന്ധം ശരിക്കും അറിയോ മോൾക്ക്? ഉദാപ്തമായ ബന്ധത്തിൽ മണ്ടോദരിയുടെ ഒരു കൈവിരൽ തുമ്പ് ചലിച്ചാൽ പോലും അതിന്റെ അർത്ഥം കൈകസി മാതാവ് നന്നായി മനസ്സിലാക്കുമായിരുന്നു. അപ്പൊ പിന്നെ കള്ളമായിരിക്കോ സത്യമായിരിക്കോ പറഞ്ഞത്? അത് പുരാണകഥ അവിടെ നിൽക്കട്ടെ. എന്റെ മോള് എന്നോട് കള്ളം പറയാതിരുന്നാ മതി. മറ്റുള്ളവർക്ക് ദോഷം വരാതിരിക്കുന്ന ചെറിയ കള്ളം പറയാമെന്നും ശാസ്ത്രം പറയുന്നുണ്ട്. ഇനി പറ, എന്തു പറയാനാ എന്നെ തിരക്കി വന്നത്? അതമ്മേ, സാറ് കഴിഞ്ഞ ദിവസം വിളിച്ചില്ലേ പാർലറിലേക്ക് സാധനങ്ങൾ എടുക്കാൻ പോവാൻ? ഇപ്പൊ വരാമോന്ന് എന്നോട് ചോദിച്ചു. അതിനെന്താ, പോയിട്ട് വന്നു. ഒരു കാര്യം ചെയ്യ, ജ്യോതി അവിടെ മടി പിടിച്ചിരിക്കാവും, അവളെയും കൂടി കൂട്ടിക്കൊണ്ടു പോയിക്കോ. ശരിയമ്മേ. മോളെ, വേറൊന്നും പറയാനില്ലല്ലോ മോൾക്ക്? ഇല്ലമ്മേ. എന്നാ തയ്യാറായിക്കോ, അമ്മ ഇതൊന്ന് തീർത്തിട്ട് വന്നോളാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. സാർ ഇന്ന് ഓഫീസിൽ തന്നെ ഉണ്ടാവോ? എവിടുന്ന്? സാറിന് ജസ്റ്റ് വിസിറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പോവും. ഇന്നലെ പാർലറിൽ പോയിരുന്നോ? എന്തു പറ്റി? മുഖത്ത് വല്ലാത്തൊരു ഗ്ലോ, സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. നമ്മളെപ്പോഴാ ഇറങ്ങുന്നേ? ഞാൻ ലീവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ആഘോഷിക്കണ്ടേ? ഉള്ള കാര്യം പറയാലോ, ഈ ഭർത്താക്കന്മാരുടെ കണ്ണ് വെട്ടിച്ച് അവരുടെ ഭാര്യമാരെയും കൂടി കറങ്ങാൻ പോവാന്ന് പറഞ്ഞാ അതിന്റെ ത്രില്ലൊന്നും വേറെയാ. അപ്പോ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങിയല്ലോ. പോവാം. ആൻറ്റി, എനിക്ക് സിറ്റിയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പോകണം. നിത്യ ഫ്രീ ആണെങ്കിൽ ഞാൻ കൂടെ കൂട്ടിക്കോട്ടെ. ഓക്കെ. അല്ല, ഈ ബ്യൂട്ടി പാർലറിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എങ്ങനെയാ മോളെ? അത് നമ്മൾ തുടങ്ങുന്ന രീതി അനുസരിച്ചിരിക്കും അങ്കിൾ. കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്. എന്താണ് ചെലവിന്റെ കാര്യമൊക്കെ? രഘുവേട്ടന് പാർലർ തുടങ്ങാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഈ റിട്ടയർമെന്റിന് ശേഷം എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് വേണമല്ലോ, അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചു തുടങ്ങേണ്ട സമയമായി. എന്നാലും പാർലർ ഒന്നും വേണ്ട, അത് രഘുവേട്ടന് ശരിയാവില്ല. അങ്കിളെ, ഇത് കുശുമാണേ. അങ്കിൾ ഒരു പാർലർ തുടങ്ങിയ അവിടെ ഇഷ്ടം പോലെ ലേഡീസ് വരും. അങ്കിളുടെ സൗന്ദര്യം വെച്ച് അവരൊക്കെ അങ്കിളിനെ നോക്കുകയും ചെയ്യും. അതാ പ്രശ്നം. അതിപ്പോ അങ്കിൾ ഏത് ബിസിനസ് തുടങ്ങിയാലും അത് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും മോളെ. എന്ത് ചെയ്യാനാ, സൗന്ദര്യം ഉണ്ടായി പോയില്ലേ. ഞാനല്ലാതെ വേറെ ആരാ ഈ മുഖത്ത് നോക്കുന്നേ? അച്ഛാ, മര്യാദയ്ക്ക് ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോഴേ ഈ അമ്മയുടെ കൽപ്പന നിത്യേച്ചിയുടെ കൂടെ പോവാൻ. വല്ല
വല്ല ആവശ്യമുണ്ടോ? നീ അങ്ങനെ കിടന്ന് ഉറങ്ങണ്ടെന്ന് കരുതി തന്നെയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ അമ്മേ. ശരി മോളെ. നിത്യം ഞാൻ നോക്കിക്കോളാം ആന്റി. അതല്ലേ പറയാൻ വന്നത്? സ്വന്തം മോളെ കൂടെ വിടുന്നുണ്ട്. നോക്കണമെന്നോ കൈവിട്ട് കളയരുതെന്നോ ഒന്നും പറയുന്നില്ല. നിന്നെ എന്തിനാ വേറെ ആരെങ്കിലും നോക്കുന്നത്? ചെല്ല്. പോയിട്ട് വരട്ടെ. നിത്യമോളെ, പതുക്കെ പതുക്കെ എല്ലാ സ്ഥലങ്ങളും പരിചയപ്പെടുത്തണം. അല്ല, രഘുവേട്ടൻ ഇതെന്തായി ആലോചിക്കുന്നത്? അല്ലടോ, ഈ ലീവ് ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ചു പോയാലോ എന്ന് ആലോചിക്കായിരുന്നു ഞാൻ. അതെന്തു പറ്റി? ഏയ് ഒന്നുമില്ല, വെറുതെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? സ്വന്തം വീട്ടിൽ നിൽക്കുന്നതിനെ കുറിച്ചാണോ ഈ ചോദിക്കുന്നേ? അല്ലെങ്കിൽ രഘുവേട്ടൻ പറയുമല്ലോ, വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ സുന്ദരമായ വേറൊരു കാര്യവും ഈ ഭൂമിയിലില്ലാന്ന്. അത് പണ്ടല്ലേ. ഇപ്പൊ എന്താ കുഴപ്പം? പണ്ട് ഞാൻ ലീവിനിവിടെ വന്ന് നിൽക്കുമ്പോ എന്റെ കാര്യങ്ങൾ സമയാസമയങ്ങളിൽ താൻ നോക്കുമായിരുന്നു. നമുക്ക് സംസാരിക്കാൻ ഒരുപാട് സമയവും കിട്ടുമായിരുന്നു. ഓ, ഇപ്പൊ അതാണോ? ഇപ്പൊ തനിക്ക് നിത്യമോളെന്നൊരു വിചാരം മാത്രമല്ലേ ഉള്ളൂ. നിത്യമോളെ കുറിച്ചുള്ള ടെൻഷൻ, നിത്യമോളുടെ കുടുംബത്തെ കുറിച്ചുള്ള ടെൻഷൻ. ഇതിന്റെ ഇടയിൽ എന്നെ എപ്പോഴാണോ ഓർക്കുന്നത്? ഓ, അപ്പൊ അതാണ് കാര്യം. ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നല് ശരിക്കും രഘുവേട്ടനുണ്ടോ? ഫീല് ചെയ്തോന്ന് ചോദിച്ചാ കുറച്ചൊക്കെ. അയ്യോടാ. അതെ, ഈ മക്കൾക്കായാലും മരുമക്കൾക്കായാലും തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കുന്നത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യമല്ലടോ. ദേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ താൻ തന്നെ നോക്കണം. പിള്ളേരെ കളിയായിക്കോട്ടെ. പക്ഷേ തന്നോട് ഞാൻ വർത്താനം പറഞ്ഞ് തീർന്നിട്ടില്ല. അടുത്തിരുന്ന് കൊതി തീർന്നിട്ടില്ല എന്ന് തന്നെ കൂട്ടിക്കോ. ഇപ്പോ പിള്ളേരാരും ഇവിടെ ഇല്ല. വേണമെങ്കിൽ കുറച്ചു നേരം നമുക്ക് സംസാരിക്കാം. ഇന്നലെ ആയിക്കോട്ടെ. ദേ, ഇതൊക്കെയാണ് എനിക്ക് മിസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ പരാതി ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഈ ഭർത്താക്കന്മാരുടെ കണ്ണ് വെട്ടിച്ച് അവരുടെ ഭാര്യമാരെ കൂടി കറങ്ങാൻ പോവാന്ന് പറഞ്ഞാ അതിന്റെ ത്രില്ലൊന്നും വേറെയാ. ബ്യൂട്ടി പാർലറിലേക്ക് സാധനങ്ങൾ എടുക്കാൻ സാറ് വന്ന് വിളിച്ച അവൾ പോവും. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ സാറ് വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോകും. ആ ബന്ധം ശരിയല്ല. നിത്യയും സാറയും എന്തെങ്കിലും പറഞ്ഞ് തമ്മിൽ തെറ്റിക്കണം. സാറയുടെ കൂടെ അവള് പോകാൻ പാടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.